അങ്ങനെ ഒരു കാര്യം പ്രിയങ്ക എനിക്ക് വേണ്ടി ചെയ്തു തരാണെങ്കിൽ നീ ചോദിക്കുന്ന എന്തും ഞാൻ തരാം. എങ്കിലേ ഞാൻ ഒരു കാര്യം ചോദിക്കാം, അത് എനിക്ക് ചെയ്തു തന്നാ മതി. വരുൺ രാധികയെ ഉപേക്ഷിക്കണം. മുത്തശ്ശി, എടി, ജയഭാരതിയെ പോലീസുകാർ വിലങ്ങ് വെച്ച് കൊണ്ടുപോയി. നിന്റെ അച്ഛൻ അതിന്റെ ബഹളത്തിലാ. നീയേ ദേവന്റെ കൺമുമ്പിൽ പെടണ്ട, എവിടേക്കെങ്കിലും മാറി നിൽക്ക്. ഞാനെങ്ങോട്ട് പോനാ മുത്തശ്ശി? എടി, കൺമുമ്പിൽ കണ്ടാലേ നിന്നെ ബലമായിട്ട് പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുപോകും ദേവൻ. എടി, കണിമംഗലം ജയഭാരതി സ്റ്റേഷനിൽ ഇരിക്കട്ടടി. അത് ഓർത്താ തന്നെ എന്തൊരു സന്തോഷം. ഇവിടെ താനാ കാഴ്ച കണ്ടില്ലേ? ദൈവത്തിൽ എന്തൊക്കെ നേടിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഏറ്റവും വലിയ തോൽവിയാടോ അത്. മുത്തശ്ശിയുടെ ആ ഇരിപ്പ്. ഈ സമയം കൊണ്ട് എത്ര പേരെ വിളിച്ചു, എത്ര പേരോട് റിക്വസ്റ്റ് ചെയ്തു. ഓരോ റിക്വസ്റ്റും ആ സിഐ തട്ടി തെറിപ്പിച്ചുകൊണ്ടിരിക്കുക. രാധിക, എൻ്റെ മനസ്സിലൊരു സിംഹാസനം ഇട്ട് ഒരു മഹാറാണിയെ പോലെ ഞാൻ എൻ്റെ മുത്തശ്ശി കൊണ്ടു നടക്കുന്നത്. ഒന്ന് തളർന്നിരുന്നാൽ പോലും എൻ്റെ ചങ്കിടിക്കും. മുത്തശ്ശിയുടെ മുഖത്തൊരു ചിരി മാഞ്ഞാൽ പോലും എൻ്റെ നെഞ്ചിടിക്കും. മുത്തശ്ശി ധൈര്യമായിട്ടിരിക്കുന്നില്ലേ? അതെങ്കിലും ഒന്ന് ആലോചിക്കും. ഇവിടെ മുത്തശ്ശി ധൈര്യം കാണിക്കും. നമ്മുടെ മുഖത്ത് നോക്കി തോറ്റുപോയെന്നൊന്നും പറയില്ല. പക്ഷേ കണിമംഗലം ജയഭാരതിയുടെ അന്തസ്സും അഭിമാനവും പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഇടുങ്ങിയ മൂലയിൽ വിറങ്ങലിച്ച് നിൽക്കുക. എന്നിട്ട് നമ്മളെത്തന്നെ ജീവനോടെ നിൽക്കുന്നത്. ചാവുകയല്ല ഇതിന് എളുപ്പം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ് വരുൺ. വരുൺ എവിടെയാ? നീ എന്തിനാ എന്നെ വിളിച്ചേ? ഇവിടെ അച്ഛനും അമ്മയും ജയഭാരതി മുത്തശ്ശിക്കെതിരെ ഞാൻ കൊടുത്ത കേസ് പിൻവലിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചോണ്ടിരിക്കുവോ. ആദ്യമൊക്കെ എനിക്ക് വാശിയായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ ആലോചിക്കുന്നതേ, ഞാൻ മുത്തശ്ശിയും കൂട്ടി വന്ന് ആ കേസ് അങ്ങ് പിൻവലിച്ചാലോ എന്നാ. പ്രിയങ്ക, എനിക്കറിയാം വരുൺ ആ പോലീസ് സ്റ്റേഷന്റെ ഉമ്മറത്ത് സങ്കടം സഹിക്കാൻ വയ്യാതെ നിൽക്കുമായിരിക്കുമെന്ന്. ഞാൻ വരട്ടെ? മുത്തശ്ശി അത്രയ്ക്ക് ഇഷ്ടമല്ലേ വരുണിന്? അതോ വേറെന്തെങ്കിലും നിലയ്ക്ക് മുത്തശ്ശി ഇറക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോ? ഞാൻ ചില ശ്രമങ്ങൾ നടത്തി, പക്ഷെ ഒന്നും നടന്നില്ല. വരുണിനൊരു സങ്കടമെന്ന് പറഞ്ഞാ ഞാൻ കൂടെ നിൽക്കണ്ടല്ലേ? എന്നെ തല്ലിയതും എന്നെ പുറത്താക്കിയതും എല്ലാ വൈരാഗ്യങ്ങളും നമുക്കങ്ങ് മറന്നു കളയാം. പ്രിയങ്ക, ഞാനിത് എങ്ങനെയാ തന്നോട് റിക്വസ്റ്റ് ചെയ്യാന്ന്
എനിക്കറിയാൻ വരണം. എന്നോടും മുത്തശ്ശിയോടും റിക്വസ്റ്റ് ചെയ്യാൻ വരുണ്ണും മടിയുണ്ടാവും. അതങ്ങ് മറന്നു കളഞ്ഞേക്ക്. ഞാനൊരു 1/2 മണിക്കൂറിനുള്ളിൽ മുത്തശ്ശിയും കൂട്ടി അങ്ങോട്ട് വരാം. കംപ്ലൈന്റ് പിൻവലിക്കാം. വരുൺ ഹാപ്പി ആവോ? അങ്ങനെ ഒരു കാര്യം പ്രിയങ്ക എനിക്ക് വേണ്ടി ചെയ്തു തരാണെങ്കിൽ നീ ചോദിക്കുന്ന എന്തും ഞാൻ തരാം. എങ്കിലേ ഞാൻ ഒരു കാര്യം ചോദിക്കാം. അത് എനിക്ക് ചെയ്തു തന്നാ മതി. വരുൺ രാധികയെ ഉപേക്ഷിക്കണം. എന്താ? എന്നിട്ട് എന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കണം. ഈ പറഞ്ഞ കാര്യത്തിന് വരുൺ റെഡിയാണെങ്കിൽ ആ നിമിഷം ഞാൻ കംപ്ലൈന്റ് പിൻവലിക്കാം. വരുണ് മുത്തശ്ശി പുറത്തു ഇറക്കാം. അതല്ലെങ്കിൽ കണിമംഗലം ജയഭാരതി ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ കിടക്കും. ഇന്ന് രാത്രി മുഴുവനും ആ ലോക്കപ്പിൽ കിടന്ന് നരകിച്ചിട്ട് നാളെ രാവിലെ അവരെ കോടതിയിലേക്ക് കൊണ്ടുപോകും. ഗാർഹിക പീഡനത്തിന്റെ വകുപ്പ് അനുസരിച്ചിട്ടേ കണിമംഗലം ജയഭാരതിക്ക് ഒരു റിമാൻഡ് ഉറപ്പാ. മുത്തശ്ശി പോലീസ് സ്റ്റേഷൻ അകത്ത് നിൽക്കുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത വരുണ്ണെ അവര് ജയിലിൽ ചെന്ന് കിടന്നാ സഹിക്കാൻ പറ്റോ? നീ അവസരം മുതലെടുക്കുക. അല്ലാതെ പിന്നെ പ്രിയങ്ക വെറും പൊട്ടിയാണെന്ന് നിങ്ങൾ കരുതിയോ? വരുണല്ല, കണിമംഗലം കുടുംബത്തിലെ മുഴുവൻ ആളുകളും കൈ ചൂണ്ടി എന്റെ നേരെ നിന്നാലും ഞാൻ പതറില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വരുണിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിരിക്കും. കുറച്ച് സമയം ഞാൻ തരാം. അതിനുള്ളിൽ രാധികയെ ഉപേക്ഷിച്ച് എന്നെ സ്വീകരിക്കാനുള്ള തീരുമാനം നിങ്ങൾ എടുത്തില്ലെങ്കിൽ ഇപ്പം മുത്തശ്ശി മാത്രമേ പോലീസ് സ്റ്റേഷനിലുള്ളൂ. കുടുംബത്തിലെ ബാക്കിയുണ്ടല്ലോ കുറെ എണ്ണം. എല്ലാത്തിനും ഞാൻ സ്റ്റേഷനിൽ എത്തിച്ചിരിക്കും. നാണമില്ലടി നിനക്ക്? ഒരു പുരുഷന്റെ ഭാര്യാപദവി ചോദിച്ചു വാങ്ങുന്നത് എത്ര നാണം കെട്ടൊരു അവസ്ഥയാ. നീ എവിടുന്നാടി പെണ്ണിന്റെ അഭിമാനത്തെ കുറിച്ച് പഠിച്ചത്? മറ്റൊരു പെണ്ണിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പുരുഷനെ ദ്രോഹിച്ചും വേദനിപ്പിച്ചും പിടിച്ചു പറ്റാനുള്ളതാണ് ദാമ്പത്യമെന്ന് നിനക്ക് ആരാടി പറഞ്ഞെന്ന്?